ആദ്യം തന്നെ എൻ്റെ കഴിഞ്ഞ മീൽ പ്ലാനിങ് വീഡിയോ കണ്ടവർക്കും ലൈക്ക് ചെയ്തവർക്കും ഷെയർ ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ബാലൻസ്ഡ് മീൽ പ്ലാനിങ് ആയിട്ടാണ്. പ്രോട്ടീൻ ആൻഡ് ഫൈബർ റിച്ച്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഞാൻ ഒരേ ടൈപ്പ് ഫുഡായിരിക്കും ഉണ്ടാക്കുന്നത്. തേഴ്സ്ഡേ ഫ്രൈഡേ ഒരേപോലെ. കഴിഞ്ഞ തവണ തേഴ്സ്ഡേ ഫ്രൈഡേക്കുള്ളത് ഞാൻ ചിലത് വെനസ്ഡേ ഈവനിങ് ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്തവണ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ സാമ്പാർ ബോയിൽഡ് എഗ്ഗാണ്. പിന്നെ ഒരു 11 മണിക്ക് കഴിക്കാനായിട്ട് പയർ, പിന്നെ ലഞ്ചിന് റൈസും റാഡിഷും സ്പിനാച്ചും പിന്നെ ഫിഷ് ഫ്രൈയുമാണ്. ഈ ഫിഷ് ഫ്രൈ എന്ന് പറയുന്നത് സാധാരണ കോക്കനട്ട് ഓയിലിൽ ഉള്ള ഫിഷ് ഫ്രൈ അല്ല, ഒലിവ് ഓയിൽ വെച്ചെടുക്കുന്നതാണ്. ടേസ്റ്റ് വ്യത്യാസം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വൈകിട്ട് ഒരു 4 മണിക്ക് കഴിക്കാനായിട്ട് ചെറുപയർ പുഴുങ്ങിയത്. പിന്നെ ഡിന്നറിന് ചപ്പാത്തി, പരിപ്പ് കറി, പിന്നെ പറ്റുകയാണെങ്കിൽ ആ നേരത്ത് എയർ ഫ്രൈഡ് ചിക്കനോ അങ്ങനെ എന്തെങ്കിലും, ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം വെച്ചാൽ ഈ ചപ്പാത്തിയും പരിപ്പ് കറിയും വരുമ്പോൾ തന്നെ അവിടെ ഫൈബറും പ്രോട്ടീനുമായി. അങ്ങനെ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേയും ഒരേപോലത്തെ ഈ 3 സാധനങ്ങൾ, ഈ ഒരു ഇത് തന്നെയായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആ ഒരു വീക്കിലേക്ക് ഫുള്ളുള്ള മാവ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടാവും. സാമ്പാറും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ തേഴ്സ്ഡേ ഫ്രൈഡേയും സാമ്പാറും ദോശയും ബോയിൽഡ് എഗ്ഗും തന്നെയായിരിക്കും. പിന്നെ ഫ്രൂട്ട് എന്ന് പറയുന്നത് ആപ്പിൾ എടുക്കും. പിന്നെ ഉച്ചയ്ക്ക് റൈസും ചിക്കൻ കറിയും പിന്നെ മഷ്റൂം തോരനും ആയിരിക്കും എടുക്കുന്നത്. പിന്നെ സ്നാക്സ്, ഈവനിങ് സ്നാക്സ് പിന്നെയും ചെറുപയർ പുഴുങ്ങിയത് തന്നെയാണ്. രാത്രി ആകുമ്പോഴത്തേക്കും ഡിന്നറിന് ഉപ്പുമാവും ചിക്കൻ കറിയും. അപ്പോൾ ദിവസം ഫ്രൈഡേയും ഇത് തന്നെയാണ്. പിന്നെ ഈ ലഞ്ചിന് ഇത് മാത്രമല്ലാണ്ട് വെജിറ്റബിൾസും കൂടെ കഴിക്കും. ക്യാരറ്റും കുക്കുംബറും പിന്നെ ലെറ്റ്യൂസും കൂടെ ചേർത്തിട്ട്. ഇത് മൂന്നും ഫൈബറായിട്ട് കൺസിഡർ ചെയ്യാൻ. പിന്നെ പ്രോട്ടീൻ, ചിക്കൻ കറിയിൽ പ്രോട്ടീൻ ഉണ്ട്, ഫിഷ് ഫ്രൈയിൽ പ്രോട്ടീൻ ഉണ്ട്. ഒലിവ് ഓയിൽ എടുക്കുമ്പോഴാണ് ആ ഒരു കാലറീസിൻ്റെ ഒരു ഇഷ്യൂ വരാതിരിക്കുന്നത്. ഈ മഷ്റൂം വെനസ്ഡേ ഈവനിങ്ങും പിന്നെ ഉപ്പുമാവൊക്കെ കഴിക്കുന്നതിന് മുന്നേ ഉണ്ടാക്കുന്നത്. എന്തായാലും ആദ്യമേ തന്നെ അത് ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ, അതായത് ഉണ്ടാക്കേണ്ട എല്ലാ ഫുഡിൻ്റെയും വെജിറ്റബിൾസും സാധനങ്ങളും എല്ലാം ഞാൻ ഇങ്ങനെ പുറത്തെടുത്ത് വെച്ചേക്കും. എന്നിട്ട് ഒരു അംഗം തുടങ്ങുന്നത് പോലെ എല്ലാം ഞാനിങ്ങനെ ഒരുമിച്ചരിഞ്ഞ് അത് കഴിഞ്ഞ് ഒരുമിച്ച് തന്നെ അങ്ങ് കുക്ക് ചെയ്യാൻ തുടങ്ങും. അല്ലാണ്ട് ആദ്യം ഒരെണ്ണം അരിഞ്ഞ് കുക്ക് ചെയ്യാൻ വെച്ച് വീണ്ടും അടുത്തതരിഞ്ഞ് കുക്ക് ചെയ്യാൻ വെച്ച് അങ്ങനെ ഞാൻ ചെയ്യില്ല. അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സോസ്റ്റ് ഫാനൊക്കെ യൂസ് ചെയ്യുന്നത്. ഞാൻ കുഞ്ഞിലെ മുതലേ എന്നെ കളിയാക്കി വിളിക്കാറുണ്ട് കറണ്ട് പിശാചെന്നും പറഞ്ഞിട്ട്. എനിക്കിങ്ങനെ കറണ്ട് വെറുതെ വേസ്റ്റ് ആവുന്നത് എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഈ എക്സോസ്റ്റ് ഫാൻ ഇപ്പോൾ നമ്മൾ ഓരോ ഐറ്റവും വെക്കുമ്പോഴത്തേക്കും സെപ്പറേറ്റ് വെക്കാൻ നേരത്ത് ആ എക്സോസ്റ്റ് ഫാൻ അത്രയും ചിലവാകുമല്ലേ, ആ ഒരു കൺസംഷൻ കൂടുതലല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ 4 അടുപ്പുണ്ടെങ്കിൽ 4 അടുപ്പിലും സാധനങ്ങളും സെറ്റാക്കിയിട്ടാണ് ഞാൻ എക്സോസ്റ്റ് ഫാനും കൂടെ ഒരുമിച്ചങ്ങ് ഇടാമെന്ന് കരുതുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ശീലമായിപ്പോയി. എന്തായാലും സാമ്പാറിനുള്ളത് വെച്ചു. അത് കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ ചെറുപയറിൻ്റെ ഉള്ളതും സെറ്റാക്കി. അതിൻ്റെ ഒപ്പം തന്നെ മഷ്റൂമിനുള്ള സാധനങ്ങളും സെറ്റാക്കി. മഷ്റൂമിൻ്റെ അല്ല, സ്പിനാച്ച്. ഈ സ്പിനാച്ചും റാഡിഷും ഞാൻ സെയിം ഡേ എടുക്കാൻ കാരണം വെച്ചാൽ റാഡിഷ് ആകെ ഒരെണ്ണേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അതിന് മുന്നത്തെ വീക്കിൻ്റെ. അപ്പോൾ അത് മാത്രമായിട്ട് മീൽ പ്ലാനിങ്ങിൻ്റെ സെറ്റാവില്ല. പിന്നെ സ്പിനാച്ചും കൂടെ ആകുമ്പോഴത്തേക്കും കുറച്ച് ഡേയ്സ് ഇരിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് അത് രണ്ടും കൂടെ ചെയ്തേക്കുന്നത്. അപ്പോൾ സ്പിനാച്ച് തോരൻ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അത് എനിക്ക് വലിയ പിടിയൊന്നുമില്ലായിരുന്നു. പിന്നെ എന്തായാലും തട്ടിക്കൂട്ടിയതാ ഇങ്ങനെ ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ചെറുപയറും പുഴുങ്ങി സെറ്റായി. ഇതാണ് റാഡിഷിൻ്റെതും ഇതേമാതിരി. ഞാൻ അതിൻ്റെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇടുന്നില്ല, അതായത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞ് എല്ലാവരും ബോറടിപ്പിക്കണില്ല. പിന്നെ പരിപ്പും തക്കാളിയും, ഇതെന്ന് പറയുന്നത് ചപ്പാത്തിയുടെ കഴിക്കാനാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ സംഭവങ്ങളൊക്കെ അതത് നേരത്ത് മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലാണ്ട് കൊതി തോന്നി ഇപ്പോൾ ഒന്ന് എടുത്തേക്കാം എന്ന് കരുതി ചെയ്യില്ല. കാരണം പിന്നെ വീണ്ടും പണി ഉണ്ടാകുമല്ലോ. അപ്പോൾ എന്തായാലും ചിക്കൻ ഒരു കറി ഉണ്ടാക്കുന്നതിന് ഒരു ഫ്രൈ ആദ്യമേ ചെയ്തിട്ടേ ചെയ്യാറുള്ളൂ. അതും സെറ്റാക്കാൻ വെച്ചു. ചപ്പാത്തിയും കുഴച്ച് അപ്പോഴത്തേക്ക് നമ്മുടെ സാമ്പാറും റെഡിയാക്കി, ചിക്കൻ കറിയും റെഡിയാക്കി. ചപ്പാത്തി കുഴച്ച് വെച്ചിട്ട് അത് കുറച്ച് നേരം കുഴച്ച് ഇങ്ങനെ ഞാൻ വെച്ചേക്കും. പിന്നെ റൈസും സെറ്റായി. നോർമലി
ഞാൻ റൈസ് ഒരാഴ്ചത്തേക്കുള്ള ഒറ്റയടിക്ക് ചെയ്യാറില്ല. ഒരു 3 ദിവസത്തേക്കുള്ള 2 ദിവസം 3 ദിവസത്തേക്കുള്ളത്. കാരണം റൈസ് ഉണ്ടാക്കുന്ന വലിയ പരിപാടിയുള്ള കാര്യമല്ലല്ലോ. പിന്നെ ഇതാ എല്ലാം അങ്ങനെ സെറ്റാക്കി ഇങ്ങനെ നിരത്തി അങ്ങോട്ട് വെക്കും. നിരത്തി ഇങ്ങനെ തുറന്ന് ഫാനും ഇട്ട് വെച്ചേക്കും. കാരണം കുറേ ടൈം എടുക്കില്ലേ, അല്ലെങ്കിൽ ചൂടൊക്കെ പോകാനായിട്ട്. ചൂടെല്ലാം പോയിട്ട് ഞാൻ പാക്ക് ചെയ്യാറുള്ളൂ. പാക്ക് ചെയ്ത് കഴിഞ്ഞ് എല്ലാം ഇങ്ങനെ റെഫ്രിജറേറ്റും അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെക്കും. പക്ഷേ ഞാനിപ്പോൾ റെഫ്രിജറേറ്റ് ചെയ്യുന്നില്ല, ഇവിടെ പൊതുവെ തണുപ്പായതുകൊണ്ട്. അപ്പോൾ എല്ലാം ഫ്രിഡ്ജിലേക്ക് തന്നെയാണ് കയറ്റാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ കുട്ടി ബാലൻസ്ഡ് മീൽ പ്ലാനിങ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.